ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം. ശ്രുതിയും അതുപോലെ സുധിയും കൂടി കടയിലേക്ക് വരുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് സുധി ചോദിക്കുന്നത് ഇന്ന് നീ കടയിൽ ഉണ്ടാവോ എന്നുള്ള കാര്യമാണേ. അതെന്താ സുധി നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈയിടെയായിട്ട് നീ അധികം പുറത്താണല്ലോ പോവാറ്, കടയിൽ ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശ്രുതി, ഞാൻ എന്റെ ക്ലയൻസിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്, അതൊക്കെ എനിക്ക് മനസ്സിലാകും. ഇന്ന് ശ്രുതി കടയിൽ തന്നെ ഉണ്ടാകണം. എനിക്കിന്ന് ഒരു ഡീലറെ കാണാൻ വേണ്ടിയിട്ട് പോകണം. കട നോക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. കട നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാഫ് ഉണ്ടല്ലോ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അവരെ ഒന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് കട ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. നമ്മളെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. അതുമാത്രമല്ല, ഇപ്പോ ഒരുപാട് വലിയ ഡീലർഷിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ കാര്യങ്ങൾ നോക്കണം. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ശ്രുതി ഇന്ന് എവിടെയും പോവില്ല, ഇവിടെ തന്നെ കാണും. ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ ക്യാഷ് കൗണ്ടറിന്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സാറെന്ന് വിളിച്ചിട്ട് ഒരു സ്റ്റാഫ് പുറകെ ചെല്ലുവാണ്. അദ്ദേഹത്തിനെ കണ്ട ഉടനെ ശ്രുതി പറയുന്നത് ഇന്ന് ഒരുപാട് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് അതെല്ലാം എടുത്തിട്ട് ഡിസ്പ്ലേയിലേക്ക് വെക്കണം. ശരി സാർ, അതൊക്കെ വെക്കാം. പക്ഷെ ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു പൊതി ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണേ. ഇതെന്താണിത്? ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ മറ്റോ ആണോ? ചോക്ലേറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണോ? അതെന്തിനാ ഈ മഞ്ഞ കവറിനകത്ത് ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഡീസന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കുവാണേ. സാർ, ഇത് ചോക്ലേറ്റ് ഒന്നുമല്ല, ഞാൻ ഈ കട ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കടയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന കവറാണ്. കടയ്ക്ക് മുമ്പിലോ? അതെ സാർ, സ്റ്റെപ്പിന്റെ അവിടെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതില് എന്താണെന്നുള്ള കാര്യം അറിയോ? പണോ മറ്റോ ആണോ എന്നാണ് കേട്ടോ സുധി ആദ്യം ചോദിക്കുന്നത്. സാർ, പണമാണെന്നൊന്നും തോന്നുന്നില്ല, പക്ഷെ എന്താണെന്നുള്ള കാര്യം ഞാൻ നോക്കിയില്ല. ഉടനെ തന്നെ സുധിയാണെന്നുണ്ടെങ്കിൽ ആ കവർ മേടിച്ചിട്ട് തുറന്നു നോക്കുന്നുണ്ട്. അതിനകത്ത് 3 മുട്ടകളാണ്. മുട്ടയ്ക്കകത്ത് മൊത്തം ഒരു ചിത്രങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ശ്രുതിയും അങ്ങോട്ടേക്ക് എന്താ സുധി അതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. കണ്ണും മൂക്കൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആരായിരിക്കും ഇതിനകത്ത് മുട്ട വെച്ചിട്ട് നമ്മുടെ കടയ്ക്ക് മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞ് ഓരോരോ മുട്ടകൾ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് വെക്കുവാണ്. അപ്പോഴേക്കും മറ്റൊരു സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സാർ ആ മുട്ട തൊടല്ലേ സാർ, ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലേ സാധാരണ മുട്ട പോലെ തോന്നുന്നില്ല. സാധാരണ മുട്ട അല്ലെങ്കിൽ പിന്നെ എന്താ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ശ്രുതി. സാർ, ഇത് കൂടോത്രം ചെയ്ത മുട്ടയാണെന്നാ തോന്നുന്നത്. കൂടോത്രം ചെയ്ത മുട്ടയോ? മാഡം, എന്റെ അച്ഛന് ഒരു കടയുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും കട നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നെങ്കിൽ 4-5 പേരെ വെച്ചിട്ട് എനിക്ക് ആ കട മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഒരിക്കലും ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു. നിന്റെ ഹിസ്റ്ററി ഒക്കെ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചോ? മുട്ടയുടെ കാര്യം എന്താന്ന് വെച്ചാൽ പറയടോ. നല്ല വ്യാപാരം നടന്നുകൊണ്ടിരുന്ന കടയായിരുന്നു, പെട്ടെന്ന് നഷ്ടത്തിലായി. എന്ത് ചെയ്തു കഴിഞ്ഞാലും നഷ്ടം മാത്രമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കടയുടെ പിന്നിൽ നിന്നും ഇതുപോലത്തെ മുട്ട കിട്ടി. നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് സത്യം തന്നെയാണ് സാർ. ഞങ്ങൾക്ക് ശത്രുക്കളായ ആരോ ഒരാള് കൂടോത്രം ചെയ്തിരിക്കുന്ന മുട്ട അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു സാർ. ഇതെല്ലാം കേട്ട ശ്രുതിയും അതുപോലെ സുധിയും ആ മുട്ടയിലേക്ക് ഇങ്ങനെ നോക്കുവാണേ. വെച്ച് ആ മുട്ട അവിടെ കൊണ്ടുവച്ചതായിരുന്നു. ഞങ്ങൾക്ക് കടയിൽ ഭയങ്കര ലോസ് ആവുകയും കട പൂട്ടിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കകം തന്നെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. ഇത് കേട്ടിട്ട് സുധിയാണെങ്കിൽ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. സുധിയുടെ ആ നിപ്പ് കാണുമ്പോൾ സുധി സുധി എന്ന് പറഞ്ഞിട്ട് കുറെ പ്രാവശ്യം വിളിക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് എന്താന്നുള്ള കാര്യം ചോദിക്കുന്നത്. നീ എന്താ സുധി നമ്മുടെ കടയിലിരിക്കുന്ന സാധനങ്ങൾ പോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്? കേട്ടോ ശ്രുതി, അവൻ പറഞ്ഞത് ഈ മുട്ടയിൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്ന്. ആരായിരിക്കും ഈ മുട്ട കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ട് സുധി കടേന്റെ അവിടെയൊക്കെ അങ്ങനെ പോയി നോക്കുന്നുണ്ട്. ആരായിരിക്കും ഇത് കൊണ്ടുവച്ചതെന്നുള്ള കാര്യം അങ്ങോട്ടും കൂടെ ആലോചിച്ച് നടക്കുന്ന സമയത്ത് സുധി, ഇതൊക്കെ ചുമ്മാതാണ്, നീ അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവരുടെ കട പോയത് തന്നെ ഇങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ആരാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇല്ല മാഡം, ഞങ്ങൾ കട തുറക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇത് അവിടെ ഉണ്ടായിരുന്നു. ശ്രുതി, എന്റെ കട നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ആരോ ഇത് ചെയ്തതാണ്. ഒരുപക്ഷെ ആ സച്ചിയായിരിക്കോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല സുധി, നീ ചുമ്മാ ഭയപ്പെടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി സുധിയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. തുടർന്ന് ആ 2 സ്റ്റാഫിന്റെ അടുത്ത് അവിടുന്ന് പൊക്കോളാനും പറയാണ് കേട്ടോ ശ്രുതി. ശരിയെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് അങ്ങ് പോകുന്നുണ്ട്. സ്റ്റാഫ് പോയി കഴിഞ്ഞതിന് ശേഷം ആ മുട്ട എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ശ്രുതി അത് തുടരുതെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ അങ്ങ് നിർത്തുവാണേ. അതെന്താ തൊട്ടാലേ? നീ എന്തിനാ ശ്രുതി ഇങ്ങനെ ഭയപ്പെടുന്നത്? എങ്ങനെയാണ് ഭയപ്പെടാതിരിക്കുക? അവൻ പറഞ്ഞത് കേട്ടിട്ട് നീയും പോയതല്ലേ? കട പോയത് പോട്ടെ, അവരുടെ ഹാർട്ടിൽ നിന്ന് പോയി എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് അതൊക്കെ സത്യമാണെന്നുണ്ടോ? ചുമ്മാ ഇതൊന്നും ഓർത്തിട്ട് ശ്രുതി വെറുതെ ഭയപ്പെടാൻ വേണ്ടി നിൽക്കണ്ട. അല്ല ശ്രുതി, ആരോ നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടയുടെ മുമ്പിൽ കൊണ്ടുവച്ചതാണ്. ഈ കടയെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ഡ്രീം ഒക്കെ ചെയ്യുന്നത്. ഇത് ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇല്ലാതായി പോകും. ചുമ്മാ ശ്രുതി ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആനന്ദ് കയറി വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അവിടെ മുട്ട കാണുന്നുണ്ടല്ലോ. എന്താ ബ്രോ, കടയില് മുട്ടയൊക്കെ വിൽക്കാൻ വേണ്ടി തുടങ്ങിയോ? ഹോട്ടല് ആരംഭിച്ചോ ഇവിടെ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബ്രെഡ് ഓംലേറ്റ് എടുത്തോളാൻ വേണ്ടിട്ട് പറയുവാണേ. നിങ്ങളൊന്ന് പോ ബ്രോ, ഞാൻ തന്നെ ആ മുട്ട കണ്ട് പേടിച്ച് നിൽക്കുവാണ്. അതെന്തിനാണ് നിങ്ങൾ പേടിച്ചോണ്ട് നിൽക്കുന്നത്? ഞങ്ങളുടെ കടയുടെ മുമ്പിൽ ആരോ കൊണ്ടുപോയിട്ട് മുട്ട വെച്ചെന്ന് ശ്രുതി പറയുന്നുണ്ടേ. ഇത് കൂടോത്രം ചെയ്ത മുട്ടയാണെന്നാണ് എന്റെ സ്റ്റാഫ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രുതി പറയുന്നത് കേട്ട ഉടനെ തന്നെ ആനന്ദാണെങ്കിൽ അവിടുത്തെ ഒരൊറ്റ ഓട്ടം ഓടുവാണേ. അയ്യോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ തന്നെ ശ്രുതിയും ചെല്ലുന്നുണ്ട്. ബ്രോ നിക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോ നിക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുന്നുണ്ട്. നീ എന്തിനാ ഓടുന്നത്? കൂടോത്രം ചെയ്ത മുട്ടയാണ് കടയിൽ വെച്ചിരിക്കുന്നത്.
ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്തെങ്കിലും സംഭവിച്ചു പോകും, ഞാന് പലിശയ്ക്ക് കൊടുത്തിട്ട് ജീവിച്ചു പോകുന്നതാണ്, അതില്ലാതാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോവാൻ വേണ്ടി നിൽക്കുവാണ്. ആനന്ദ് പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ വെറുതെ അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇത് സാധാരണ മുട്ടയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സാധാരണ നമുക്ക് മുട്ട പുഴുങ്ങുകയോ ഓംലെറ്റ് അടിക്കുകയും ചെയ്യാം. ആ മുട്ടയ്ക്ക് അത് കണ്ണുണ്ട്, അത് ഉറപ്പായിട്ടും കൂടോത്രം ചെയ്ത മുട്ട തന്നെയായിരിക്കും. ഇതിന് സൊല്യൂഷൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ബ്രോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുവാണ് ആനന്ദിന്. മുട്ട കൂടോത്രം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിഹാരമൊന്നുമില്ല, നിന്റെ ജീവിതം മുട്ട പുൾസൈ അടിച്ചതുപോലെ വീണ്ടും ഭയപ്പെടുത്തുവാണേ. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി പറ, ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അത് ആരെ കൊണ്ട് ശരിയാക്കാൻ വേണ്ടി പറ്റും ബ്രോ, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചുന്ന സമയത്ത് ആനന്ദ് പറയുന്നുണ്ട്, ഒരു ജോത്സ്യനുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ശരിയാക്കാൻ വേണ്ടി പറ്റും. ആ ജോത്സ്യന് മാത്രമേ ഈ മന്ത്രങ്ങളുടെ കെട്ടടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഉടനെ തന്നെ ആ മുട്ടയെ എടുത്തിട്ട് കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അങ്ങ് മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ശ്രുതി നീയും കൂടി കൂടെ വാ എന്ന് പറയണേ, വെറുതെ ആവശ്യമില്ലാതെ എന്തിനാ ജോത്സ്യനൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്, ഈ മുട്ട എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വേറെ പണി നോക്കാം എന്നുള്ള കാര്യമാണ് ശ്രുതിയുടെ അടുത്ത് പറയുന്നത്. നമ്മൾ ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട ഒന്നും അല്ലാതായി പോകും, നീയും കൂടി വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. തുടർന്ന് ജോത്സ്യന്റെ അരികിൽ എത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ആ മുട്ട കണ്ട് ജോത്സ്യം പറയുന്നുണ്ട്, ഇതിനകത്ത് കണ്ണൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ആരോ മുട്ടയിൽ കൂടോത്രം ചെയ്തതാണെന്ന്. ആനന്ദ് പറയുന്ന സമയത്ത് അദ്ദേഹം കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, ഇത് കൂടോത്രം ചെയ്ത മുട്ട തന്നെയാണ്, ഇത് കാരണം നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കയ്യിൽ കാശ് നിൽക്കില്ല, കടക്കാരനാകും, പിന്നെ നിങ്ങളുടെ കട അടച്ചുപൂട്ടിയിട്ട് നിങ്ങൾ നടു തെരുവിൽ നിൽക്കേണ്ടി വരും എന്നാണ്. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയന്നിട്ട് ഇരുന്നിടത്ത് ഒരൊറ്റ എഴുന്നേൽക്കലാണ്. ശ്രുതി നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ജോത്സ്യന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെടുത്തുന്നത്, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ഈ മുട്ട കൂടോത്രം ചെയ്ത ആൾക്കാര് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല, ഞാൻ വളർന്നു വരുന്ന ഒരു ബിസിനസ്മാൻ ആണ്, ഈ മുട്ട കാരണം ഞാൻ നടുത്തെരുവിൽ നിൽക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയാണ്. ശ്രുതിയുടെ ടെൻഷൻ അടിക്കലൊക്കെ കാണുന്ന സമയത്ത് ആനന്ദ് പറയുന്നുണ്ട്, നീ ഇരിക്കി, ഇത് ഒരു മുട്ടയല്ല 3 മുട്ടയാണ്, ജോത്സ്യരെ എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. പരിഹാരം എന്നുള്ളത് പേടിച്ചിട്ട് പലഹാരം നായി പോകുന്നതാണ്. എന്താന്നുള്ള കാര്യം ഒന്ന് കണ്ണടച്ച് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ജോത്സ്യൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ആരാണ് എന്നുള്ള കാര്യം. അത് ഉടനെ തന്നെ എന്റെ അമ്മയാണെന്ന് പറയാണേ. അമ്മയുടെ പേര് പറഞ്ഞത് കേൾക്കുമ്പോഴേക്ക് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായി എന്നുള്ള കാര്യം ആനന്ദ് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശ്രുതി, എന്റെ അമ്മയെ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണല്ലോ, ആ ഒരു ഇതിൽ പറഞ്ഞേ ഉള്ളൂ. എനിക്ക് നിന്നെയും ഇഷ്ടമാണ്, പക്ഷെ ശ്രുതിയുടെ മുഖത്ത് ആ തെളിച്ചൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ജോത്സ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പേര് നിങ്ങളുടെ അമ്മയുടേതാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് വരാൻ വേണ്ടി പോകുന്ന ആപത്ത് നിന്റെ അമ്മയ്ക്കും വരും. ഇത് കേട്ട ആനന്ദ് പറയുന്നുണ്ട്, എന്തായാലും സിസ്റ്റർ നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എസ്കേപ്പ് ആയി, എന്റെ കടയ്ക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്കും ഒന്നും സംഭവിക്കരുത്, അതിന് എന്ത് പരിഹാരം വേണമെങ്കിലും പറഞ്ഞോളൂ, അത് ഞാൻ ചെയ്തോളാം എന്ന് ശ്രുതി പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മയും ഒരു ദിവസം മുഴുവൻ വ്രതം ഇരിക്കണം, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ വേണ്ടി പാടില്ല. വ്രതം എടുത്ത് കഴിഞ്ഞാല് പിറ്റേ ദിവസം തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള അമ്പലത്തിൽ പോയിട്ട് ശ്രുതി തീക്കണ്ണിലുള്ള ചട്ടി ഉണ്ടല്ലോ അത് എടുത്തിട്ട് വലം വെക്കണം എന്നുള്ള കാര്യം പറയുകയാണേ. അയ്യോ അതെങ്ങനെ ഞാൻ എടുക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, അതെടുത്ത് നീയും അതുപോലെ നിന്റെ അമ്മയും കൂടി ചേർന്നിട്ട് 3 തവണ പ്രദക്ഷിണം വെക്കണം. വ്രതമൊന്നും മുടങ്ങാൻ വേണ്ടി പാടില്ല, മുഴുവനായിട്ട് തീർത്താൽ മാത്രമേ നിങ്ങളുടെ ഈ കൂടോത്രം ഇല്ലാതാവുള്ളൂ. അത് കഴിഞ്ഞ് മുട്ടയാണെന്നുണ്ടെങ്കിൽ കടയിൽ തന്നെ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങളുടെ വ്രതം കഴിഞ്ഞതിന് ശേഷം കടലിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കണം. ആ വ്രതം മുഴുവനാക്കുന്നതിന് മുമ്പ് മുട്ട പൊട്ടിപ്പോവാതെ പ്രത്യേകം സൂക്ഷിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. മുട്ട എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ജോത്സ്യര് പറഞ്ഞതുപോലെ തന്നെ കടയെല്ലാം പൂട്ടി കടക്കാരനായിട്ട് നടു റോട്ടിൽ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം പറയാണ്. അത് കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ആനന്ദും അതുപോലെ ശ്രുതിയും. തുടർന്ന് വീട്ടിലെത്തിയതിനു ശേഷം അമ്മയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യം. എന്താടാ നിനക്കറിയില്ലേ, നിന്നെ തന്നെ ഇപ്പൊ കണ്ടോ ശ്രുതി, അമ്മ പറഞ്ഞത് നീ കേട്ടോ, ഞാനും അമ്മയും തമ്മിൽ അത്രയും സിംഗിളാണ്, ഇതാണ് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം. ഇതൊക്കെയായിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ എന്ന് മട്ടിലിങ്ങനെ തലയാട്ടുന്നുണ്ട്. അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിക്കുവാണ്. നീ സ്നേഹം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതില് എന്തോ ഒരു ഏടാകൂടം കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം. മാറി നിക്കട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് അങ്ങ് തള്ളുവാണേ ചന്ദ്ര. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ശരി അതൊക്കെ വിട്ടേക്ക്, നീ എന്തിനാ ചുറ്റി വളയ്ക്കുന്നത്, കാര്യം എന്താന്ന് വെച്ചാ പറ. അമ്മ ഷോറൂമിൽ മുട്ട ഉണ്ടായിരുന്നു എന്ന് പറയാണേ. എന്താടാ നീ മുട്ട ബിസിനസ് ആരംഭിച്ചോ? അമ്മ ഞാൻ ബിസിനസ് ആരംഭിച്ചതല്ല, ആരോ ഞാൻ നന്നായിട്ട് ഇരിക്കരുതെന്ന് വിചാരിച്ചിട്ട് മുട്ട കൊണ്ടുവച്ചതാണ്. നീ എന്തൊക്കെയാടാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചന്ദ്ര. അമ്മേ ഞാൻ നന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ മുട്ടയിൽ കൂടോത്രം ചെയ്തിട്ട് കൊണ്ടുവച്ചിരിക്കുന്നു. ഇത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് നല്ല ഭയം തോന്നുന്നുണ്ടേ. നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അമ്മയ്ക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചു നോക്ക്. ശ്രുതി എന്ന് ചോദിക്കുമ്പോ, അതെ ആന്റി, ആരോ കടയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് 3 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കണ്ണൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലടാ അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ചുമ്മാതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. അല്ല അമ്മേ സത്യം തന്നെയാണ്, ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജോത്സ്യരെ പോയി കണ്ടു എന്നുള്ള കാര്യം പറയാണേ. എടാ ഇപ്പൊ നീ എന്നേക്കാൾ കൂടുതൽ ജോത്സ്യൻ
അമ്പലം അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുവാണല്ലോ, അതിന്റെയൊക്കെ ആവശ്യം എന്താണ്? നീ എന്തിനാണ് ജോത്സ്യനെ കാണാൻ വേണ്ടി പോയത്? ജോത്സ്യന്റെ അടുത്ത് ചെന്നപ്പോഴാണ് അമ്മേ അത് മുട്ടയിൽ കൂടോത്രം ചെയ്തതാണെന്നുള്ള കാര്യം അദ്ദേഹം കൺഫേം ആയിട്ട് പറയുകയും ചെയ്തു. ആരാടാ അത് ചെയ്തതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ആരാ ചെയ്തതെന്നുള്ള കാര്യമൊന്നും അറിയില്ല അമ്മേ, പക്ഷേ അതിന് പരിഹാരം ചെയ്യണം എന്നുള്ള കാര്യം ജോത്സ്യൻ പറഞ്ഞു. ഇത് കേട്ട ശ്രുതി പറയുന്നത്, ആന്റി പരിഹാരം എന്താന്നുള്ള കാര്യം കൂടി ശ്രുതി പറയും. അമ്മേ ഒരു ദിവസം മൊത്തം ഉണ്ണാവ്രതം എടുക്കുക, എന്നിട്ട് ഇഷ്ടദേവതയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് അവിടെ അമ്പലത്തിൽ പോയിട്ട് പിറ്റേ ദിവസം വേപ്പിലൊക്കെ കെട്ടി പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിനക്ക് അത്ര വിശ്വാസമാണെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് പരിഹാരം ചെയ്യടാ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അമ്മ അതിനു വേണ്ടിയിട്ടാണ് അമ്മയെ വിളിച്ചത്. അമ്മേ ഞാൻ മാത്രമല്ല അമ്മയും പരിഹാരം ചെയ്യണം. എന്ത് ഞാനോ? അമ്മ മഞ്ഞ സാരി എടുത്തിട്ട് കനൽ ചട്ടി എടുത്തിട്ട് അമ്പലം ചുറ്റി പ്രദക്ഷിണം ചെയ്താൽ മാത്രം മതി എന്ന് പറയണേ. എന്ത് ഞാനോ? ഇല്ല ഇല്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവാണേ. അമ്മേ ഇയാള് പരിഹാരത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്നുള്ള കാര്യം ചോദിച്ചു. ഞാന് അമ്മയുടെ പേരാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കും ആപത്ത് വരും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നീ എന്തിനാണ് എന്റെ പേര് പറഞ്ഞത്? നിനക്ക് നിന്റെ ഭാര്യയുടെ പേര് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചിട്ട് ശ്രുതിയെ പിടിച്ചങ്ങ് തള്ളുന്നുണ്ട് ചന്ദ്ര. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആന്റി എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചോദിക്കുകയാണേ. അയ്യോ അറിയാതെ പറഞ്ഞു പോയല്ലോ എന്ന് മട്ടില് ചന്ദ്രയാണെങ്കിൽ ഇരുന്നിടത്ത് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. ഏയ് അതല്ല ശ്രുതി, നീ ചെറിയ കുട്ടിയല്ലേ, നിനക്ക് ഭക്ഷണമൊക്കെ കഴിക്കാതെ ഈ പരിഹാരമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഞാൻ ഇത്രയും പ്രായമായില്ലേ, എനിക്കൊരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലത്തിന് തീച്ചട്ടിയൊക്കെ എടുക്കണമെന്ന് പറയുന്നു. അയ്യോ എന്നെ കൊണ്ടതൊന്നും പറ്റില്ല കേട്ടോ. അമ്മയല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഈ പരിഹാരം പോലും ചെയ്യില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എടാ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുവാണേ. പിന്നെ കൂടോത്രം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ ചുമ്മാതിരിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് ഇറങ്ങി പോകുമ്പോഴേക്കും അമ്മയെന്ന് പറഞ്ഞിട്ട് വീണ്ടും പിടിച്ചു നിർത്തുവാണേ. അമ്മേ ഇത് ചുമ്മാതൊന്നുമല്ല, കൂടോത്രം തന്നെയാണെന്നുള്ള കാര്യം 2-3 ആൾക്കാർ എനിക്ക് കൺഫേം ചെയ്ത് പറഞ്ഞു തന്നു. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും കൂടി ആപത്താണ്, അമ്മയുടെ ജീവൻ പോകുന്നു പറയണേ. ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്താണ് എന്റെ ജീവൻ പോവാൻ വേണ്ടി പോകുന്നത്. നീ വേണമെങ്കിൽ അതൊക്കെ പോയി ചെയ്തോന്നൊക്കെ സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്. അമ്മേ ഞാൻ പരിഹാരം ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്. ശ്രുതി എന്തൊക്കെ ഇവൻ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആന്റി ആ ജോത്സ്യൻ അങ്ങനെയാ പറഞ്ഞത്, ഈ പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ ആന്റിയുടെ ജീവൻ എന്ന് പറയുമ്പോ അയ്യോ ശ്രുതി നീയും വീണ്ടും വീണ്ടും അത് തന്നെ പറയല്ലേ. ആന്റി ഒരു ദിവസത്തേക്ക് മാത്രമല്ലേ, ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പോലും ഞാൻ ഒരു വ്രതം എടുക്കാറില്ല, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ എനിക്കിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തീച്ചട്ടിയൊക്കെ എടുക്കണം എന്നുള്ള കാര്യം പറയുന്നു. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ആന്റി. ശ്രുതി ഭയങ്കരമായിട്ട് ഭയന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അമ്മേ ഇപ്പോഴാണ് ബിസിനസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ആയിട്ട് വരുന്നത്, അത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയും ഉണ്ടാവില്ല, മുട്ടയിൽ കൂടോത്രം വെച്ചുകൊണ്ട് അമ്മയുടെ ജീവനും പോകുന്നുള്ള കാര്യം പറയാണ് കേട്ടോ. ബിസിനസ് എങ്ങാനും തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയെ സമാധാനിപ്പിക്കാൻ അമ്മ പോലും ഉണ്ടാവില്ല എന്നാണ് ശ്രുതി പറയുന്നത്. എടാ നിന്റെ കരുതാ വളച്ചൊന്നും പറയലടാ, മിണ്ടാതിരിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പേടിപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ എങ്ങനെ ഭയപ്പെടുത്തുകയാണോ? എന്തായാലും എന്നെ കൊണ്ടതൊന്നും പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവാണ്. അമ്മ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ആന്റി എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതിയും പുറകെ ചെല്ലുന്നുണ്ട്. ചന്ദ്ര ഹാളിൽ എത്തുമ്പോഴേക്കും അവിടെയുള്ള ഫാൻ ആണെങ്കിൽ പോയിട്ട് താഴേക്ക് അങ്ങ് വീഴുവാണേ. ഫാന് കുറച്ചും കൂടി മാറിയിട്ടാണ് അമ്മ പോയതെന്ന് വെച്ചാൽ അമ്മയുടെ തലയിൽ വീണന്നെ. ജോത്സ്യം പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ ജീവൻ പോയേനെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ് കേട്ടോ. തുടർന്ന് ശ്രുതിയാണെങ്കിൽ ആരംഭത്തില് എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്കും ചെറിയ ഭയമൊക്കെ തോന്നുന്നുണ്ട്. അമ്മ കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ തലയിൽ വീണ് തല പൊട്ടിയിട്ട് അതിനുള്ളിന്ന് തലച്ചോറടക്കം പുറത്തു വന്നേന്നൊക്കെ പറയുമ്പോഴേക്കും എടാ ഒന്നും മിണ്ടാതിരിക്കോ, ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നീ എന്തെങ്കിലും നടത്തുന്ന പോലെ ഉണ്ടല്ലോ, എന്നെ കൊണ്ട് എന്തായാലും ഒരു പരിഹാരവും ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാറി നിക്കട എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് തള്ളിയിട്ടിട്ട് ചന്ദ്രമുറിയിലേക്ക് പോവാണ്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. എവിടെയും വെള്ളം വരുന്നില്ല. സാധാരണ രവി വാക്കിങ്ങിന് പോകുന്ന സമയത്താണ് മോട്ടോർ ഓൺ ചെയ്യുന്നതൊക്കെ കേട്ടോ. അച്ഛൻ മോട്ടോർ അടിച്ചിട്ടുണ്ടാവോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നത്. എവിടെയും വെള്ളം വരുന്നില്ല, അതുകൊണ്ട് മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. കാരണം കുറച്ചു നാളായിട്ട് മോട്ടറിന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്നൊക്കെ സച്ചി ശ്രദ്ധിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുവാണ്. അപ്പോഴേക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അമ്മയെ വെള്ളം ഇല്ല എന്ന് പറയാണ്. രേവതി എന്താ മോട്ടർ അടിച്ചില്ലേന്ന് ചോദിക്കുമ്പോ എവിടെയും അമ്മയെ വെള്ളമില്ല, നീ എന്തെങ്കിലും പോയിട്ട് തോണ്ടി വെച്ചോന്നൊക്കെ ചോദിക്കാനോട് ചന്ദ്ര. എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്തിനാ രേവതിയെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ട്. മോട്ടറിന് കംപ്ലൈന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവര് നന്നാക്കാൻ വേണ്ടിയിട്ട് ആളെ വിളിക്കുവാണേ. ആള് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിടുന്നുണ്ട്. മോട്ടോർ നന്നാക്കി കഴിയുന്നത് വരെ മെയിൻ സ്വിച്ച് ഓൺ ആക്കരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വെള്ളത്തിന് വേണ്ടിയിട്ട് സച്ചിയും അതുപോലെ എല്ലാവരും കൂടി ചേർന്നിട്ട് കിണറിന്ന് വെള്ളം മുക്കിക്കൊണ്ടുവന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാവരും ഓരോ വഴിക്കൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡിനകത്ത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയത് കാണുവാണ്. ഓ ഇതുകൊണ്ടാണല്ലേ കറണ്ട് വരാത്തത്, എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുമല്ലോ, എന്തായാലും മെയിൻ സ്വിച്ച് ഓൺ ആക്കാം എന്ന് പറഞ്ഞിട്ട് മെയിൻ സ്വിച്ച് അങ്ങ് ഓൺ ആക്കുവാണ്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നത് മോട്ടോർ നന്നാക്കുന്നത് കഴിഞ്ഞത് കൊണ്ടായിരിക്കും അവര് മെയിൻ സ്വിച്ച് ഓൺ ആക്കിയത്. ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫാനിന്റെ സ്വിച്ച് ഇടാൻ വേണ്ടി പോകുമ്പോഴേക്കും
ചന്ദ്രയ്ക്ക് ഷോക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഷോക്ക് അടിച്ച് ഇങ്ങനെ നിന്ന് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് ബാമ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ചന്ദ്ര ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കി നിൽക്കുന്നത് പോലെയാണ് ബാമയ്ക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനത് പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പോഴും ചന്ദ്രൻ നിനക്ക് എന്നോടുള്ള ദേഷ്യം പോയില്ലേ എന്ന് പറഞ്ഞിട്ട് ബാമ പോയിട്ട് ചന്ദ്ര അങ്ങ് തൊടുമ്പോ ബാമയ്ക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതി ആ ആന്റി വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിച്ചിട്ട് പോയി അങ്ങ് തൊടുമ്പോ ശ്രുതിക്ക് ഷോക്ക് അടിക്കുകയാണ്. പുറത്തുനിന്ന് കയറി വരുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ തലകൊണ്ട് വാ വാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. ശ്രുതി റൊമാൻസിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ട് ശ്രുതി അങ്ങ് തൊടുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്കും ഷോക്ക് അടിക്കുകയാണ്. ഇവര് ഷോക്ക് അടിച്ച് നിൽക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് കയറി വന്ന വർഷയാണെന്നുണ്ടെങ്കിൽ ടവല് വെറ്റായതാണ്. അതെടുത്തിട്ട് അടിക്കുമ്പോൾ വർഷയ്ക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. വർഷ ഇപ്പൊ എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം മനസ്സിലാവാതെ ശ്രീകാന്ത് വന്ന് വലിക്കുമ്പോഴേക്കും ശ്രീകാന്തിന് ഷോക്ക് അടിക്കുകയാണ്. അങ്ങനെ ഒരു മാല പോലെ ഇങ്ങനെ ഇവരെല്ലാരും ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന രേവതിയാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ചപ്പാത്തി പരത്തുന്ന കോലുണ്ടല്ലോ അതെടുത്തിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കൈക്ക് ഒരൊറ്റ അടി അങ്ങ് കൊടുക്കുവാണ്. എല്ലാവരും തെറിച്ചങ്ങ് വീഴുന്നുണ്ട്. ഇതെന്താണ് എല്ലാവരും നിലത്ത് കിടക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചി വരുന്നത്. കാരണം സച്ചി വരുമ്പോൾ അതാണ് കാണുന്നത്. ഷോക്ക് അടിച്ചതാന്ന് പറയുന്നുണ്ട്. നിന്റെ ഭാര്യ എന്നെ ചപ്പാത്തി കോലുകൊണ്ട് അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ പോയിരിക്കുകയാണ്. സച്ചിയേട്ടാ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് രേവതി ചോദിക്കുകയാണേ. അതെ, നീ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, പിന്നെന്താ പ്രശ്നം? അല്ല, എങ്ങനെയാണ് ഷോക്ക് അടിച്ചത്? ഞാൻ പോയിട്ട് ഫാനിന്റെ സ്വിച്ച് ഓൺ ആക്കി അപ്പോഴേ ഷോക്ക് അടിച്ചതെന്ന് ചന്ദ്ര. നിനക്ക് ഷോക്ക് അടിച്ചതെന്നുള്ള കാര്യം അറിയാതെ ഞാൻ വന്നിട്ട് ചന്ദ്ര നിന്നെ തൊട്ടു. ആന്റി, ഞാൻ വന്നിട്ട് ആന്റിയെ തൊട്ടതുകൊണ്ടാണ് എനിക്ക് ഷോക്ക് അടിച്ചതെന്ന് ശ്രുതി. അപ്പൊ ഷോക്ക് അടിച്ചിട്ടാണല്ലേ നീ വാ വാ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് തലയാട്ടിയത്? ഞാൻ വിചാരിച്ചത് നിനക്ക് റൊമാൻസ് ആയിരിക്കും, അതാ ഞാൻ വന്നിട്ട് നിന്നെ തൊട്ടത്. അല്ല വർഷേ, നിനക്ക് എങ്ങനെ ഷോക്ക് അടിച്ചതെന്നുള്ള കാര്യം ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടവലോണ്ട് അടിച്ചതാണ്, പക്ഷെ അത് നനവുണ്ടായിരുന്നെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് ഷോക്ക് അടിച്ചു. എന്നെ തൊട്ടുകൊണ്ട് ശ്രീകാന്തിന് ഷോക്ക് അടിച്ചു. അപ്പൊ എല്ലാവർക്കും ഷോക്ക് അടിച്ചു. അതെല്ലാം മെയിന് ഓഫ് ആയിട്ടാണെന്നല്ലോ കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആരാണ് അത് ഓൺ ആക്കിയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. ഞാനാണെന്ന് ശ്രുതി പറയുമ്പോഴേക്കും എല്ലാവരും ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുവാണേ. കാരണം മോട്ടോർ നന്നാക്കി കഴിയുന്നത് വരെ മെയിൻ സ്വിച്ച് ഓൺ ആക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ അടുത്ത് ആരാടാ പോയിട്ട് മെയിൻ സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോ, കറണ്ട് ഇല്ലാത്തത് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ഓൺ ആക്കിയതാണ്. ഇപ്പൊ ഒറ്റയടിക്ക് എല്ലാവർക്കും കൂടി മേലോട്ട് പോവായിരുന്നു. രേവതി നീ ഭക്ഷണം എടുത്തു വെക്കിയെന്ന് പറഞ്ഞിട്ട് സച്ചി ഭക്ഷണം കഴിക്കാൻ അങ്ങ് പോകുന്നുണ്ട്. ഷോക്ക് അടിച്ചതുകൊണ്ട് തന്നെ കൈക്ക് നല്ല വേദനയുണ്ട്. ശ്രുതി എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തായി എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതി കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം അമ്മയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഷോക്ക് അടിച്ചതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നീ കാരണം ഷോക്ക് അടിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. നിന്റെ അടുത്ത് പോയിട്ട് ആരാടെ ഓണാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് ചന്ദ്ര. അമ്മേ, ആ മുട്ടയിൽ കൂടോത്രം ചെയ്തില്ലേ, അത് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നേരത്തെ ഫാൻ താഴെ വീണില്ലേ, ഇപ്പൊ അമ്മയ്ക്ക് ഷോക്ക് അടിച്ചില്ലേ? എന്തായാലും അമ്മേ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെ എന്നുള്ള കാര്യം പറയുന്നത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ ദൈവമല്ല രേവതിയാണ് രക്ഷിച്ചത്, രേവതി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കേട്ടതിന് മറുപടിയും കൊടുത്തിട്ട് സച്ചി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അമ്മേ, ഇതെല്ലാം കൂടോത്രം ഒറ്റ ഒന്ന് കാരണം മാത്രമെന്ന് പറയുമ്പോൾ അതെ, മുട്ടക്കൂടോത്രം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. പരിഹാരം ചെയ്യുന്നതാണ് ചന്ദ്രൻ നല്ലതെന്നുള്ള കാര്യം ഭാമ പറയുന്നുണ്ടേ. നീ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്, എനിക്ക് നിന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ട്. നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നിട്ട് എന്റെ ദേഹത്ത് ഷോക്ക് അടിച്ചു. സുധി അവളെ എന്റെ അടുത്ത് പിന്നീട് സംസാരിച്ചോളും, പക്ഷെ എന്തായാലും നീ അവളെ കൊണ്ട് എത്രയും വേഗം തന്നെ പരിഹാരം ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്ക്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാമ അവിടുന്ന് പോകുന്നുണ്ട്. അമ്മേ പറ അമ്മേ, സമ്മതിക്കമ്മേ. ഇപ്പോ ആ ഫാന് വീണില്ലേ, അതുപോലെ അമ്മയുടെ തലയിലേക്ക് മൊത്തം സീലിംഗും വീണാലെന്നൊക്കെ പറയുമ്പോഴേക്കും എടാ മതി മതി നിർത്ത്, ഞാൻ പരിഹാരം ചെയ്യാം, നിർത്തിക്കോ എന്ന് പറയാണ്. അങ്ങനെ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്ര സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രേവതിയുടെ ഫോണിലേക്ക് ഓഡിറ്റോറിയത്തിലെ അവിടുത്തെ മാനേജർ വിളിക്കാനാണ് ചെയ്യുന്നത്. രേവതിയുടെ അടുത്ത് എത്രയും വേഗം തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷമാണ് രേവതിക്ക് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ ഓർഡർ രേവതിക്ക് തരാന്നുള്ള കാര്യം തീരുമാനിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുന്നത് കേട്ടോ. രേവതി പറഞ്ഞതുപോലെ തന്നെ നെയിം ബോർഡ്, അതുപോലെ ഡെക്കറേഷൻസ് കാര്യങ്ങൾ എല്ലാം വേണം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പാർട്ടി വരും, അവരുമായിട്ട് സംസാരിച്ചിട്ട് ഉറപ്പിച്ചോളാൻ പറയുന്നുണ്ട്. ഓർഡർ തരുന്നതിന്റെ അഡ്വാൻസ് ആയിട്ട് അവർ 14,000 രൂപ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് രേവതിയെ ഏൽപ്പിക്കുന്നുണ്ട്. രേവതിയുടെ ജീവിതത്തിൽ ശരിക്കും ഇത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ ഓർഡർ എന്നുള്ള കാര്യം അവർ പറയുമ്പോൾ രേവതി എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് വലിയ ആത്മവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ ഭർത്താവാണ് എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാ പ്രോത്സാഹനവും തന്നത്. അതുകൊണ്ട് തന്നെ സാർ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് എല്ലാം ചെയ്തു തരും എന്നുള്ള കാര്യം പറയുകയാണെ. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഒരുപാട് ഓർഡേഴ്സ് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സാർ ഈ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് ഓർഡർ തരും എന്നുള്ള കാര്യം എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയത് കൊണ്ട് തന്നെ രേവതി
വീട്ടിലേക്ക് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. ചെന്ന ഉടനെ തന്നെ രവിയെ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. രേവതിയെ കണ്ട ഉടനെ തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പണികളെല്ലാം രേവതി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണേ. അച്ഛാ, പണി കഴിഞ്ഞിട്ടില്ല, പണിയൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നുള്ളൂ. അതെന്താ രേവതി, ഇനിയും നിനക്ക് പോണോ? അച്ഛാ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മണ്ഡപം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സച്ചി അതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഓർഡർ അച്ഛാ ഇന്ന് കിട്ടി. ആണോ? അത് വലിയ കാര്യം തന്നെയാണല്ലോ. അതെ അച്ഛാ, അവര് എന്നെ വിശ്വസിച്ചിട്ട് ആദ്യത്തെ ഓർഡർ എനിക്ക് കിട്ടി എന്നുള്ള കാര്യം പറയാണേ. എന്തായാലും നല്ല കാര്യം തന്നെയാണ് രേവതി. നിന്റെ ജീവിതത്തിലെ ഒരു ചുവട് നീ മുന്നോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അച്ഛ സ്വീറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി സ്വീറ്റ് അച്ഛന്റെ നേരെ നീട്ടുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ ഓടി വന്നിട്ട്, രവിയേട്ടാ നിങ്ങൾ സ്വീറ്റ്സ് എടുക്കണ്ട, അവക്ക് ഓർഡർ കിട്ടിയെന്ന് വിചാരിച്ച് സ്വീറ്റ്സ് കഴിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് വെറുതെ നിങ്ങളുടെ ഷുഗർ കൂട്ടുന്നത്? ഒരു സ്വീറ്റ് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ചന്ദ്ര. നീയൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് സ്വീറ്റ്സ് എടുത്ത് കഴിക്കുവാണേ. അത് കഴിഞ്ഞ് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തിനാ സ്വീറ്റ്സ് എടുക്കുന്നത്? എന്റെ ജീവിതത്തിൽ അമ്മേ ഒരു നല്ല കാര്യം നടന്നു, പിന്നെ വലിയ നല്ല കാര്യമല്ലേ. ഇത്രയും നാള് തെരുവ് മുഴുവൻ തെണ്ടിയിട്ട് അവിടെ പോയി പൂ കൊടുത്തു, ഇപ്പൊ മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് തോരണം തൂക്കാൻ വേണ്ടി പോകുന്നു. ഇത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവൾ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ചന്ദ്രയുടെ ഈ സംസാരം കേൾക്കുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നിനക്ക് ചന്ദ്രയെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് അറിയില്ലേ? രേവതിയുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം എന്നുള്ള രീതിയിൽ ഒരു കാര്യം നടന്നു, അതിന് നല്ലൊരു വാക്ക് നിനക്ക് പറഞ്ഞൂടെ? നല്ല കാര്യം പറയാതെ വെറുതെ നീ വായ തോന്നുന്നതൊക്കെ എന്തിനാണ് ചന്ദ്രയെ വിളിച്ചു പറയുന്നത്? നമ്മള് ഒരാൾക്ക് നല്ലത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ നല്ലതായിട്ട് വന്ന് ചേരുന്നുള്ള കാര്യം കൂടി പറയാണ്. ഇതൊന്നും ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല രവിയേട്ടാ. എന്തെങ്കിലും നല്ലത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആശംസകൾ അറിയിക്കാം. ഇപ്പൊ ശ്രുതിയുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. അവൾ സ്വന്തമായിട്ട് പാർലർ നടത്തുന്നു, ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കട നടത്തുന്നു. അതിനൊക്കെയാണ് വളർച്ച എന്ന് പറയുന്നത്. ഇവള് വീടാന്തരം കൊണ്ടുപോയിട്ട് കൊടുത്തിരുന്ന പൂവ് ഇപ്പൊ മണ്ഡപത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡെക്കറേഷൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നതും വലിയൊരു ജോലി തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും രവിയേട്ടാ, ഒരു ദിവസം തൂക്കിയിട്ട് പിറ്റേ ദിവസം അതെടുത്ത് കളയാൻ തന്നെയല്ലേ പോകുന്നത്? അത് കൊള്ളാലോ ചന്ദ്രേ. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് എന്നും നമ്മുടെ വയറ്റിൽ തന്നെ നിൽക്കുവാണോ എന്ന് കരുതിയിട്ട് നമ്മൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ എല്ലാ കാര്യത്തിനും അവളെ തലയിലേറ്റി നടക്കുന്നതുകൊണ്ടാണ് അവൾ തോന്നിയ പോലെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കുന്നത്. ഓൾറെഡി ഇപ്പൊ വീട്ടിൽ നിൽക്കുന്നത് കുറച്ച് സമയമാണ്. ഇനിയിപ്പോ ഡെക്കറേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നാട് ചുറ്റാൻ വേണ്ടി പോവാണ്. ചന്ദ്രങ്ങൻ സംസാരിക്കുന്ന കേൾക്കുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ, രേവതി നീ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഉടനെ തന്നെ ഡെക്കറേഷന്റെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ശ്രുതി ഉള്ളിലേക്ക് കയറി വരുന്നത്. അമ്മ, ഇവിടെ എന്താ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു? ഇവിടെ വല്ല ഫംഗ്ഷനും നടക്കാൻ വേണ്ടി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓ, അതൊന്നും ഇല്ലടാ, ഇതൊക്കെ വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഈ രേവതി ശ്രുതിക്ക് സ്വീറ്റ്സ് കൊടുക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രേവതിയാണെങ്കിൽ ശ്രുതി ഇന്ന് സ്വീറ്റ്സ് എടുത്തെന്ന് പറഞ്ഞിട്ട് നീട്ടുന്നുണ്ട്. കാര്യം അന്വേഷിക്കുമ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കിട്ടി എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് പറയണേ. ഓ, നല്ല കാര്യമാണല്ലോ, കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിക്ക് നേരെ സ്വീറ്റ് നീട്ടുന്ന സമയത്ത് ഇത് നല്ല കടയിൽ നിന്നൊക്കെ മേടിച്ചതാണെന്ന് ആർക്കറിയാന്ന് പറയണേ. ശ്രുതി ഇത് നല്ല കടയിൽ നിന്ന് തന്നെ മേടിച്ചതാണെന്ന് രേവതി. അത് കഴിഞ്ഞാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയെ കണ്ട ഉടനെ രേവതി വേഗം കൊണ്ടുപോയിട്ട് സ്വീറ്റ് കൊടുക്കുന്നുണ്ട്. ഇതെന്താ രേവതി, നീ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് വന്നിരിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മണ്ഡപത്തിൽ പോയിട്ട് ഡെക്കറേഷന്റെ അതൊക്കെ കാണിച്ചു എന്നുള്ള കാര്യം. അവര് എനിക്ക് ഓർഡർ തന്നെന്ന് പറയണേ. ആണോ രേവതി? നീ നേരത്തെ പറയുമായിരുന്നെങ്കിൽ നിനക്ക് ഞാനൊരു മാലയൊക്കെ മേടിച്ചോണ്ട് വന്നേനെ. അതിനൊക്കെ ആവശ്യം എന്താണ് സച്ചേട്ടാ? എന്താ രേവതി നീ ഇങ്ങനെ പറയുന്നത്? ലൈഫില് പുതിയൊരു ആരംഭം, ലൈഫില് സക്സസ്, അതൊക്കെ വരുന്ന സമയത്ത് മാല ഇടണ്ടേ? ഞാൻ പോയി മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോഴേക്കും വേണ്ട സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണേ. അപ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷയും വന്നിട്ട് എന്താ വിശേഷം എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രേവതി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നു മണ്ഡപത്തിൽ എന്നുള്ള കാര്യം. അവൾക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി. ആണോ? കൺഗ്രാറ്റുലേഷൻ രേവതി ചേച്ചി എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. സ്വീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. വർഷയും അതുപോലെ രേവതിയും തമ്മിൽ അടിയാണെന്നാണല്ലോ ചന്ദ്ര വിചാരിച്ചിരിക്കുന്നത്. ചന്ദ്ര അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വർഷ ഇങ്ങനെ മിണ്ടാതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ റൂട്ട് കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ആൾക്കാര് ഡെക്കറേഷൻസിനും അതുപോലെ പ്രീ വെഡിങ് അങ്ങനത്തെ ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്. അത് ശ്രീകാന്ത് നീ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാര് ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുവാണ്. ചേച്ചി, എന്റെ റെസ്റ്റോറന്റിലും ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചേച്ചി ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാട്ടോ. ശരിയെന്ന് പറയാണ്. ചന്ദ്ര അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വർഷയ്ക്ക് സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതി ഇങ്ങനെ മടിച്ചു നിൽക്കുവാണ്. ശ്രീകാന്തിന്റെ അടുത്ത് അവളടുത്തും എടുത്തോളാൻ വേണ്ടിയിട്ട് പറയുന്നു പറയാണേ. ചേച്ചി തരുന്നതല്ലേ, നീ എടുത്തോ വർഷ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷയാണെങ്കിൽ ഓടി ചാടിയിട്ട് വേഗം ചെന്ന് എടുക്കുകയും കൈകൊണ്ട് ഇങ്ങനെ തമ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട്. പക്ഷെ വർഷയുടെ മുഖത്ത് ആ സന്തോഷം ഇങ്ങനെ എക്സ്പ്രസ് ആയി കാണിക്കുന്നുണ്ട്. ഇതൊന്നും ചന്ദ്ര അത്ര ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. സ്വീറ്റ്സ് ഒക്കെ നമ്മുടെ ശ്രീകാന്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് രേവതി നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് അച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് രേവതിയും ഒരു ബിസിനസ്മാൻ ആവാൻ വേണ്ടി പോകുകയാണെന്നുള്ള കാര്യം പറയാണേ. ഇത് കേട്ടോണ്ട് വന്നിരിക്കുന്നു സുധിയാണെന്നുണ്ടെങ്കിൽ ആരാടാ ബിസിനസ്മാൻ ആവാൻ വേണ്ടി പോകുന്നത്? നിന്റെ ഭാര്യയോ? എടാ, പാത്രക്കട വെച്ചിരിക്കുന്ന നീ ബിസിനസ്മാൻ ആയില്ലേ? അപ്പൊ പൂ വിൽക്കുന്ന എന്റെ ഭാര്യയ്ക്ക് ബിസിനസ് വുമൺ ആവാൻ വേണ്ടി പറ്റില്ലേ? പാത്രക്കടയല്ലടാ, ഹോം അപ്ലയൻസസ് ആണ്. എല്ലാം കണക്ക് തന്നെയാണടാ. നീ സാധനം
സാധനം വെക്കുന്നു, അവള് പൂ വെക്കുന്നു, അത്രേ ഉള്ളൂ. എടാ, രണ്ടും വ്യാപാരം തന്നെയാണ് എന്ന് കരുതിയിട്ട് ബിസിനസ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അവിടെയൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഇതുണ്ട്. എന്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിവും വിദ്യാഭ്യാസം ഒക്കെ വേണമെന്ന് പറയാണേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. സത്യസന്ധതയും നേർമയോടുകൂടി അധ്വാനിച്ചു കഴിഞ്ഞാൽ ആർക്കും ഏത് ലെവലിൽ എത്താൻ വേണ്ടി പറ്റുമെന്ന് സച്ചി. ഒരു ദിവസം രേവതി വലിയൊരു ബിസിനസ് വുമൺ ആയിട്ട് മാറും. പിന്നെ ഈ കേരളത്തില് രേവതി പറയേണ്ടി വരും പൂ വരണോ പോണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സച്ചേട്ടനൊന്നും മിണ്ടാതിരിക്കോ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് രേവതിയെ പൊക്കിയടിക്കുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ലല്ലോ. മതി കൂടുതൽ പറയൊന്നും വേണ്ട, അല്ലെങ്കിലും വീട്ടിലുള്ള കാര്യം തന്നെ മര്യാദയ്ക്ക് നോക്കില്ല, വേഗം പോയിട്ട് നീ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ എഴുന്നേറ്റ് പോവാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അവർക്കിട്ട് ഒരു പണി കൊടുക്കണ്ടേ, രേവതി നീ അവിടെ നിൽക്കെന്ന് പറയുന്നുണ്ട്. പോകുന്ന ശ്രുതിയും ചന്ദ്രയും അവിടെ നിൽക്കുന്നുണ്ട്. രേവതി, നീ ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല, നിന്റെ ജോലിയിൽ നീ ഒരു ഘട്ടം മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇത് നമ്മൾ ആഘോഷിച്ചേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും ഇന്ന് ബിരിയാണി ഉണ്ടാക്ക്. ബിരിയാണി എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇവിടേക്ക് മാത്രമല്ല ബിരിയാണി ഉണ്ടാക്കേണ്ടത്, എന്റെ ഷെഡിലുള്ളവർക്കും നിന്റെ ഫ്രണ്ട്സിനും നിന്റെ വീട്ടിലേക്കും ഒക്കെ ബിരിയാണി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നീ ഉണ്ടാക്ക്. ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് സച്ചി കൊടുക്കുമ്പോഴേക്കും ഒരു നിമിഷം നിൽക്കുക എന്ന് പറഞ്ഞ് രേവതിയാണെന്നുണ്ടെങ്കിൽ 14,000 രൂപ അഡ്വാൻസ് കിട്ടിയല്ലോ. ആ പൈസ കൊണ്ടുപോയിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണേ. സച്ചിയേട്ടാ, അവര് അഡ്വാൻസ് ആയിട്ട് 14,000 രൂപ തന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛ കണ്ടോ അഡ്വാൻസ്. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ അഡ്വാൻസ് കൊടുക്കുക തന്നെ ചെയ്യില്ലടാ എന്നുള്ള കാര്യം രവിയും ചോദിക്കുന്നുണ്ട്. 14,000 രൂപ രേവതിയുടെ കയ്യിൽ കാണുമ്പോഴേക്കും സുധിയും അതുപോലെ തന്നെ ചന്ദ്രയും ഇങ്ങനെ കണ്ണു തുറച്ചു നോക്കി നിൽക്കുവാണ്. അവർക്ക് ശരിക്കും ഒരു ഷോക്കിംഗ് ആണ്. രേവതി 10-20 രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്തോ കൊടുക്കുക എന്നുള്ള കാര്യം വിചാരിക്കുന്നത്. ഇത്രയും വലിയ പൈസ ഒന്നും വരുന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ. ലക്ഷങ്ങളാണ് രേവതിക്ക് ഈ ഒരു ഓർഡറിലൂടെ കിട്ടാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയില്ല. 14,000 രൂപ കാണുമ്പോൾ തന്നെ ചന്ദ്രയുടെ കാറ്റ് പോകുന്നുണ്ട്. എത്ര പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ചേച്ചി, എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നീ അവിടെ പോയി ജോലി ചെയ്തിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ജോലി ചെയ്യണമെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അത് കേട്ട് രേവതിയാണെങ്കിൽ വേണ്ട ശ്രീകാന്ത്, ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറയാണ്. എന്തായാലും എനിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം ചന്ദ്ര പറയുന്നുണ്ട്. എന്തിനാ ചന്ദ്ര ഇങ്ങനെ ജാട ഇളക്കുന്നത്? ജാടയൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും വ്രതത്തിലാണ്. എന്ത് വ്രതോ? അല്ല, വ്രതത്തിലാണെന്നാ പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാം. വേണ്ട സച്ചേട്ടാ, ഞാൻ തന്നെ പോയിട്ട് മേടിച്ചോളാം. രേവതിക്ക് അറിയുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് അറിയാൻ നല്ല ഇറച്ചി എവിടുന്ന കിട്ടുന്നുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ പോയിട്ട് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രേവതി തന്നെ പോകുന്നുണ്ട്. അവരെല്ലാരും ഓരോ വഴിക്ക് പോയതിനു ശേഷം ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ എന്നുള്ള കാര്യം. നീ ഒറ്റൊരുത്തം കാരണം അവിടെ കഴിക്കാൻ വേണ്ടി പറ്റാത്തെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്ര അങ്ങ് പോവുകയാണെ. അവന്റെ ഒരു പരിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് ഓർഡർ കിട്ടിയത് വലിയൊരു ആഘോഷമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ സച്ചി. എന്നാ അതിന്റെ ഇടയ്ക്ക് മറ്റൊരു ടെസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി വാങ്ങാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബീരാന്റെ കടയിലേക്കാണ് കേട്ടോ. രേവതിയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്കാണ് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യും.